നമുക്ക് പണി തരുന്ന ആളുകളെ നമുക്കൊന്ന് കിട്ടി. അങ്ങനെ പുതിയൊരു ഉടായ്പും കൂടി വന്നു കേട്ടോ. പണി തരുന്നവരെ പിടിച്ചു കെട്ടുന്ന ഉടായ്പ്. അതിന് നമ്മളെ ഉസ്താദ് അടിപൊളി ഒരു മറുപടിയും കൊടുത്താണ്. ആദ്യം കാണും, എന്നിട്ട് ബാക്കി. പിടിച്ചിടണം. എന്റെ ശത്രുനെ പിടിച്ചു കിട്ടണം. അവന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി അവന്റെ തൂക്കുകെട്ടക്കടക്കം ഈ മുറുക്കിടും. പിടിച്ചോടണം സായ. ആദ്യം ആ ട്രംപ്, പിന്നെ നെതന്യാഹു, എല്ലാത്തിനും പിടിച്ചോട്ടെ. എന്നാ പിടിച്ചു, കയറോടെ പിടിച്ചു. നിഅമത്തുകൾ നമുക്ക് വരുന്ന സമയത്ത് ആ നിഅമത്തുകൾക്കെതിരായി കൊണ്ട് നമുക്ക് പണി തരുന്നതായിരിക്കുന്ന കുറച്ച് ആളുകൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം, ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും ആവാം. എന്റെ പൊന്നുസ്താദെ, കളിയാക്കാണ്, പരിഹസിക്കാണ്, പൂച്ചിക്കാണെന്ന് വിചാരിക്കും. എന്തെല്ലാം മനോഹരമായ കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. നിങ്ങൾ നിരന്തരമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് നിങ്ങൾ പരസ്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ മറുപടി പറയേണ്ടത്. നിങ്ങൾ രഹസ്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഉപദേശം തരാം. അതെ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്താണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ തനി ജ്യോത്സ്യന്മാരെ പണിയെടുക്കരുത്. മിന്നാരി ജാൽ കുഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിട്ട് ഈ കാഹിനികൾ ജ്യോത്സ്യന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത് ഫലാത്താത്തി അങ്ങോട്ട് പോരുന്ന. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ പങ്കുവെക്കുന്നത് അത് സഹോദര സമുദായത്തിൽപ്പെട്ടവരെടുക്കുന്ന പണിയാണ്. നമ്മൾ ആ പണി എടുക്കണ്ട. നമ്മൾ നിരന്തരമായി പിടിച്ചു കെട്ടൽ, കെട്ടിപ്പൂട്ടൽ, അതുപോലെ നിധി കണ്ടെത്തൽ, ഇതൊക്കെ ആരുടെ പണിയാണ്? ഇതൊരു മുസൽമാന്റെ ജീവിതമാണോ? ഈ ജീവിതവുമായിട്ട് എന്ത് ബന്ധം? മുസൽമാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിധി കണ്ടെത്തലല്ല, പിടിച്ചു കെട്ടലും അടച്ച് പൂട്ടലൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനവികമായ ഒരു ജീവിതം, മാതൃകാപരമായ ഒരു ജീവിതം, അത് നമുക്കിവിടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക്, അവനിക്കും തൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഗുണം ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പങ്കുവെക്കുന്ന ആശയം ഏത് മനുഷ്യർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? എന്തെല്ലാമാണ് ഈ നിരന്തരമായി പറയുന്നത്? ഒരുപാട് മുഅ്മിനീങ്ങളുടെ നിസ്സഹായത, നിരന്തരമായി രോഗവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരോ അകപ്പെടുത്താൻ എന്തോ ചെയ്തു, അപ്പോൾ അവൻ നിരന്തരമായിട്ട് അവൻ്റെ കുടുംബത്തിൽ സിഹറാണെന്നും പറഞ്ഞത് കുടുംബത്തിൽ സിഹറാണെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പണി ആരാണ് ഒസ ചെയ്തത്? അപ്പോൾ കുടുംബത്തിൽ നിന്നാവുന്നു. പിന്നെ ഇവനിക്ക് കുടുംബക്കാരെയൊക്കെ കാണുമ്പോൾ അങ്ങ് പ്രാന്ത. പെണ്ണുമ്പോൾ പറഞ്ഞു കൊടുക്കും, എൻ്റെ നാത്തൂനാകാൻ ചാൻസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അളാമ ഉണ്ട്, നമ്മൾ പിടിച്ച കലിപ്പ. എന്തിനാണ് ഈ കുടുംബങ്ങൾ തകർക്കുന്നത്? ഹൈറും ഷെറും അള്ളാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാ. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വുളൂ നിരന്തരമാക്കുക, ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, ഒക്കെ മാറും, എല്ലാ പ്രയാസങ്ങളും മാറും. ഈ പ്രയാസങ്ങൾ മാറിയില്ലെങ്കിലോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം, അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുക. ഹിസാബ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, ഇതാ ഹൗസിബ ഊദിബ, അള്ളാഹ് ഹിസാബ് ചെയ്താൽ എന്തായാലും ഒരു പണി കിട്ടും. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്താ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് ഇത് ഇങ്ങനെ നിന്നു കൊടുക്കുക. വ്യതകളും വിഷമങ്ങളും പറയാതെ, ആളുകളോട് പരാധീനത പറയാതെ സഹിക്കുക. റബ്ബിനോട് തന്നെ പറയുക, പടച്ചവൻ ഇതൊക്കെ ഒന്ന് മാറ്റിത്താന്ന്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് നമ്മളിത് ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, അള്ളാഹു നമ്മളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തും. അള്ളാഹു നമ്മൾ ആ പരാതിയും പരിഭവമൊന്നും മനുഷ്യരോട് പറയാതെ, ഇതിനെന്ത് എവിടെ നിന്നാണ് ഒരു പരിഹാരം കിട്ടുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കാതെ. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ കൂടി ഗുരുവര്യനാണ് ബഹുമാനപ്പെട്ട കൂട്ടർ ഉസ്താദ്. ആലോചിക്കുക, നമ്മളൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ ഓടിച്ചെന്ന് ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കും. ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഉഷ്ണവാദം കൊണ്ട് പ്രയാസപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരു മനുഷ്യനോട് പോലും ആ പരിഭവം പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ദ്വാക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ ഗുരുവര്യർ നമ്മൾ ആലോചിക്കും, ഉസ്താദ് കയ്യുയർത്തി ദ്വാരുന്നൂടെ. എന്താ കാര്യം എന്നറിയോ? അവർക്കൊക്കെ അറിയാം, ലാ യഖ്ദില്ലാഹു ഖളാഇൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അള്ള ഒരു പ്രയാസം തന്നാൽ അതിൻ്റെ പിന്നിൽ ഖൈറുണ്ടാകും. അപ്പം അള്ളാൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗ്ഗം, അള്ള പരീക്ഷണത്തിൻ്റെ പേമാരി വർഷിപ്പിക്കുമ്പം ഇങ്ങനെ നിന്നങ്ങ് കൊടുക്കുക, കൊള്ളുക. പറയുന്ന സാധനം പരാതി വരുമ്പോൾ ഇങ്ങനെ ആളുകൾ എങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയുക സിഹറാണ്, മണ്ണാങ്കട്ടയാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകളെങ്ങനെ അത് തപ്പിപ്പിടിച്ച് കുറേ പൈസ ഉണ്ടാക്കുക. സിഹറില്ല, കണ്ണേറില്ല എന്നല്ല പറയുന്നത്. അതിനൊക്കെ ഏറ്റവും നല്ല ഔഷധം ഖുർആനാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊടു. കെട്ടിപ്പൂട്ടാനും പിടിച്ചു കെട്ടാനും ഉടച്ച വറക്കാനും എന്താണ് ഇതൊക്കെ? മനസ്സിലാകാത്തതുകൊണ്ട് പറയാം. അല്ലാഹു അഅലം, നിങ്ങൾക്ക് ഗുണമുണ്ടാവും. മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ നടക്കുകയും ചെയ്യും. നടക്കട്ടെ. കയറ് വേണമെങ്കിൽ പിടിച്ചോ. നമ്മളെ ഇന്ത്യ വേറെ ഒന്നിലും മുന്നിലല്ലെങ്കിലും ജനസംഖ്യയിലും ഉടായ്പിലും നമ്പർ 1 ആണ്. ഇന്നത്തെ ഉടായ്പ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ഉടായ്പുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.